നമസ്കാരം. ഐസ് ഓഫ് വിജയത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂകാംബിക ദർശനം കഴിഞ്ഞ് ലഗേജ് എല്ലാം ക്ഷേത്രത്തിന് മുന്നിലുള്ള ലോക്കറിൽ വെച്ച് കുടജാദ്രിയിലേക്ക് യാത്ര പുറപ്പെട്ടു. മൂകാംബികയിൽ ദർശനം കഴിയുമ്പോൾ കിട്ടുന്ന ഒരു നിറവ് അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അങ്ങനെ കുടജാദ്രിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. യാത്രാമധ്യേ ഏതാണ്ട് 20 കിലോമീറ്റർ പിന്നിടുമ്പോൾ ജീപ്പ് ഒരു നെട്ടൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിർത്തും. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ സ്നാക്സും വെള്ളവും ഒക്കെ വാങ്ങാം, കുറച്ച് റെസ്റ്റ് എടുക്കാം. കാരണം ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. കുടജാദ്രിയിലേക്ക് പോകാൻ ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ അകലെ കൊല്ലൂർ ടൗണിൽ നിന്ന് തന്നെ ജീപ്പ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് നമുക്ക് പ്രൈവറ്റായും ഷെയറായും ഒക്കെ ഉപയോഗിക്കാം. 8 പേരായിരിക്കും ഒരു ജീപ്പിലുണ്ടാവുക. ആളൊന്നുക്ക് ഫോറസ്റ്റ് പാസും കൂടി ചേർത്ത് 470 രൂപയാണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ചില സമയങ്ങളിൽ ഈ റേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ കുടജാദ്രി യാത്ര അവസാനിക്കുമ്പോൾ ഈ പറഞ്ഞ തുക ഒട്ടും കൂടുതലല്ല എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകും. അങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് കുടജാദ്രി വനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നമ്മുടെ കയ്യിൽ നിന്നും 30 രൂപ അഡീഷണൽ ഡെപ്പോസിറ്റ് വാങ്ങാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പികളോ കവറുകളോ ഒന്നും കരുതാൻ പാടില്ല. അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതവർ ചെക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ യാത്രയിൽ അവർ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയ പ്ലാസ്റ്റിക്കും കുപ്പിയും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള ചെക്കിംഗ് ഒന്നും കണ്ടില്ല. ആകെ 48 കിലോമീറ്ററാണ് മൂകാംബികയിൽ നിന്നും കുടജാദ്രി വരെയുള്ള ദൂരം. അതിൽ ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരം റോഡ് തന്നെ ഇല്ല എന്ന് പറയും. ശാരീരികമായി നല്ല രീതിയിൽ ഉലച്ചിലുണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാവാനാണ് സാധ്യത. കുടജം എന്നാൽ കുടകപ്പാല എന്ന ഔഷധ സസ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 7000 അടി ഉയരത്തിൽ കുടകപ്പാലകൾ പൂത്തുലഞ്ഞാടുന്ന വനവിശുദ്ധിയിൽ മൂകാംബികയമ്മയുടെ മൂലക്ഷേത്രവും തേടി. മൂകാംബിക ദേശീയോദ്യാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി ജൈവ വൈവിധ്യ പ്രദേശമായി കണക്കാക്കപ്പെടുന്നു. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ശക്തമായ കാറ്റ് കാരണം കൊടുമുടി തരിശായി കിടക്കുന്ന കാഴ്ചയാണ്. അടിത്തട്ടിലെ കട്ടിയുള്ള വനമേഖല താഴത്തെ നിലയിൽ നിന്ന് കൊടുമുടിയെ അദൃശ്യമാക്കുന്നു. കൂടാതെ മറ്റ് നിരവധി ചെറിയ കൊടുമുടികളും കുന്നുകളും കൊടുമുടിക്ക് ചുറ്റും നിലനിൽക്കുന്നതും കാണാം. കരിങ്കുരങ്ങ്, പാണ്ടൻ വേഴാമ്പൽ, കോഴി വേഴാമ്പൽ, പറുദീസ ഫ്ലൈകാച്ചർ, കടുവ, പുള്ളിപ്പുലി, ആന, കഴുതപ്പുലി, കാട്ടുപോത്ത്, മലമ്പാമ്പ് എന്നിങ്ങനെയുള്ള പല ജീവികളും ഈ കാടിനുള്ളിൽ കാണപ്പെടുന്നു. അങ്ങനെ ആദി മൂകാംബികയമ്മയുടെ ദർശനവും കഴിഞ്ഞ് സർവജ്ഞപീഠം തേടിയുള്ള യാത്ര ആരംഭിച്ചു. ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരം നമ്മൾ കാൽനടയായി സഞ്ചരിക്കണം സർവജ്ഞപീഠത്തിൽ എത്തിച്ചേരാൻ. സർവജ്ഞപീഠം തേടിയുള്ള യാത്രയിൽ ആദിശങ്കരനെ കുറിച്ചറിയണം. മധ്യ കേരളത്തിലെ അങ്കമാലിക്കടുത്തുള്ള പെരിയാർ നദിയുടെ സമീപത്ത് കാലടി എന്ന ഗ്രാമത്തിൽ വിദ്യാധിരാജൻ്റെയും ആര്യാമ്പാളിൻ്റെയും മകനായി അവരുടെ ഏറെ വർഷത്തെ സന്താനത്തിനായുള്ള കാത്തിരിപ്പിനൊടുവിൽ ജനിച്ച മകനാണ് ശങ്കരൻ. കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടതിനാൽ അമ്മയുടെ എല്ലാമായാണ് ശങ്കരൻ വളർന്നത്. വേദങ്ങളും വേദാന്തങ്ങളും പുരാണങ്ങളുമെല്ലാം 8 വയസ്സിനുള്ളിൽ തന്നെ ഹൃദിസ്ഥമാക്കിയ അതീവ ബുദ്ധിശാലിയായിരുന്നു ആദിശങ്കരൻ. നമ്മൾ കൊല്ലൂരിൽ നിന്നും കുടജാദ്രിക്ക് യാത്ര പുറപ്പെടാൻ പറ്റിയ സമയം രാവിലെ 7 മണിക്ക് കൊല്ലൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ വൈകുന്നേരം 3 മണിക്ക് കൊല്ലൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലോ പ്ലാൻ ചെയ്യുന്നതാണ്.
കാരണം അവിടെ നിന്ന് ഏതാണ്ട് 2 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് കുടജാദ്രിയിലേക്ക്. ആ കുടജാദ്രിയിൽ വന്ന് ആദിമൂകാംബികയുടെ മൂലസ്ഥാനവും കണ്ട് സർവജ്ഞപീഠത്തിലേക്ക് വീണ്ടും നമുക്ക് നടന്നു കയറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് മഞ്ഞിനോട് കിന്നാരം പറയാൻ കഴിയും, മേഘങ്ങളെ ഉമ്മ വയ്ക്കാനും പ്രകൃതിയുടെ സംഗീതം കേൾക്കാനും കഴിയും. ഞാൻ ഇത്തവണ രാവിലെ 11 മണിക്കാണ് യാത്ര തിരിച്ചത്. അതിനാൽ തന്നെ ഇവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കൊള്ളേണ്ടി വന്നു. ആദിശങ്കരനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു വന്നത്. ചെറുപ്പത്തിൽ തന്നെ സന്യാസം സ്വീകരിക്കണമെന്ന ശക്തമായ ആഗ്രഹം ശങ്കരനുണ്ടായിരുന്നു. എന്നാൽ ശങ്കരൻ്റെ മാതാവ് അതിനെ ശക്തിയായി എതിർക്കുകയും ചെയ്തിരുന്നു. ഒരു നാൾ പെരിയാർ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന ശങ്കരൻ്റെ കാലിൽ മുതല പിടിച്ചു. അത് നദിയുടെ ആഴങ്ങളിലേക്ക് ശങ്കരനെ വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിൽ രക്ഷപ്പെടാനുള്ള ഏക വഴി സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ മാതാവ് അനുവദിക്കുകയാണ് എന്ന് അമ്മയെ ബോധ്യപ്പെടുത്തിയ ശങ്കരൻ മനസ്സില്ലാ മനസ്സോടെ ആര്യാമ്പാൾ തൻ്റെ മകൻ്റെ സന്യാസപാതയിലേക്കുള്ള യാത്രയ്ക്ക് അനുമതി നൽകി. ഇത് ആദിശങ്കരൻ തപസ്സിരുന്ന സർവജ്ഞപീഠം. അക്ഷരമെന്ന വരത്തിൻ്റെ അവസാന വാക്ക്. മറ്റേത് ദ്വന്ദ്ഭാവങ്ങളുമില്ലാതെ സർവപ്രപഞ്ചസാരങ്ങളുടെ ആരംഭവും തേടിയുള്ള ശങ്കരൻ്റെ അന്വേഷണം എത്തിച്ചേർന്നത് ഈ തപസ്ഥലിയിൽ. ജ്ഞാനത്തിൻ്റെ പൂർണ്ണദീപം ശങ്കരൻ തെളിയിച്ചത് ഈ കൽവിളക്കിൽ. സർവജ്ഞാനവും ഒരുമിക്കുന്ന ഈ പീഠത്തിന് താഴെയാണ് സർവചരാചരങ്ങളും. അറിവെന്ന മഹാസത്യം അത് മാത്രമാണ് യാഥാർത്ഥ്യവും. സർവജ്ഞപീഠത്തിൻ്റെ പിറകുവശത്ത് അങ്ങ് ദൂരെയുള്ള ആ പൊൽമേടുകൾക്കപ്പുറത്താണ് ചിത്രമൂല സ്ഥിതി ചെയ്യുന്നത്. സൗപർണിക നദിയുടെ ഉത്ഭവസ്ഥാനം. ആയിരക്കണക്കിന് ഔഷധ സസ്യങ്ങളെ തഴുകി ഒഴുകുന്ന പുണ്യ സൗപർണിക. ഇവിടെ നിന്ന് നോക്കിയാൽ ആ താഴ്വാരത്തിനപ്പുറം കാണുന്നതാണ് കൊല്ലൂർ മൂകാംബിക ദേവസ്ഥാനം. അങ്ങനെ അമ്മയുടെ അനുവാദത്തോടെ കേരളം വിട്ട ശങ്കരൻ ഉത്തര ഭാരതത്തിലേക്ക് ഗുരുവിനെ തേടി യാത്രയായി. ഗോവിന്ദപാദൻ എന്ന യോഗയെക്കുറിച്ച് അറിഞ്ഞ ശങ്കരൻ അദ്ദേഹത്തെ അന്വേഷിച്ചു നടന്നു. അങ്ങനെ ഒടുവിൽ ഗൗഡപാദരുടെ ശിഷ്യനായ ഗോവിന്ദ ഭഗത്പാദരെ നർമ്മദയുടെ തീരത്ത് വെച്ച് കണ്ടുമുട്ടുകയും ശങ്കരൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച അദ്ദേഹത്തോട് അദ്വൈത വേദാന്തത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളുന്ന 10 ശ്ലോകം നിമിഷാർദ്ധത്തിൽ സൃഷ്ടിച്ച് മറുപടി കൊടുക്കുകയും ചെയ്തു. അവ ദശശ്ലോകി എന്നറിയപ്പെടുന്നു. അവയിലെ ആദ്യ ശ്ലോകം ഇങ്ങനെയാണ്: ന ഭൂമിർന തോയം ന തേജോ ന വായു ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനേകാന്തികത്വാത് സുഷുപ്തേക സിദ്ധ തദേകോ വശിഷ്ഠ ശിവം കേവലോഹം. ഭൂമിയല്ല ഞാൻ, ജലമല്ല, അഗ്നിയല്ല, വായുവല്ല, ആകാശമല്ല, ഇന്ദ്രിയങ്ങളോ മനസ്സോ അല്ല, യാതൊരുവിധ മാറ്റത്തിനും വിധേയമാകാത്ത, എല്ലാം നശിച്ചാലും അവശേഷിക്കുന്ന ലൗകിക സുഖങ്ങൾക്കെല്ലാം അതീതമായ മംഗളസ്വരൂപമാണ് ഞാൻ. അങ്ങനെ ഇതിൽ മതിപ്പ് തോന്നിയ ഗോവിന്ദ ഭഗത്പാദർ ശങ്കരനെ ശിഷ്യനായി സ്വീകരിക്കുകയാണ്. ദ്വൈതവാദത്തെ തോൽപ്പിച്ച് അദ്വൈതവാദത്തെ പുനഃസ്ഥാപിക്കാനായി ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ദ്വൈതവാദത്തിൻ്റെ പ്രമുഖ വക്താക്കളായിരുന്നവരെ വാദത്തിൽ തോൽപ്പിച്ച് തൻ്റെ അനുയായികളാക്കി മാറ്റി ശങ്കരൻ അദ്വൈതവാദത്തെ പുനഃസ്ഥാപിച്ചു. അദ്വൈതവാദത്തെ പുനഃസ്ഥാപിക്കാനായി ശങ്കരാചാര്യർ നടത്തിയ യാത്രകളും വാദങ്ങളും ദിഗ്വിജയം എന്നാണ് അറിയപ്പെടുന്നത്. ആദിശങ്കരൻ്റെ അവസാന നാളുകൾ കേദാർനാഥിലാണെന്നും അതല്ല കാഞ്ചിയിലാണെന്നും കേരളീയ ശങ്കര വിജയത്തിലാകട്ടെ അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിലെ തൃശ്ശൂരുള്ള വടക്കനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നുവെന്നാണ്. എന്തു തന്നെയായാലും ആ അറിവിൻ്റെ സർവജ്ഞപീഠം കയറിയ ആദിശങ്കരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. കൊല്ലൂരിലേക്ക് തിരികെ ഏതാണ്ട് 5 മണിയോടെ എത്തിച്ചേരുകയും അവിടെ നിന്ന് ഉടുപ്പി മംഗലാപുരം വഴി ബാംഗ്ലൂരിലേക്ക് തിരിക്കുകയും ചെയ്തു. അപ്പോൾ നന്ദി, നമസ്കാരം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. ബൈ.